ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് അമ്മയ്ക്കൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാം. ആദ്യമായിട്ട് പ്രാങ്ക് കൊടുക്കണുള്ളൂ. നാട്ടിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കില്ല, പക്ഷെ വീഡിയോ കൊടുക്കാറില്ല. ഇന്ന് അമ്മയ്ക്ക് പ്രാങ്ക് കൊടുക്കാൻ എടുക്കാൻ വിചാരിച്ചു. സംഭവം നമ്മളേം പറഞ്ഞാലിപ്പോൾ ചെറുക്കൻ്റെ കൂടെ ഉള്ളപ്പോഴേ പോയേ സമ്മതിക്കില്ല. ഗൈസ്, വേറൊന്നല്ല, ഞാൻ ഒരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു വരയിട്ടിട്ട് ഇവള് പിന്നെയും ഗർഭിണി എന്ന അമ്മേനെ കാണിക്കാൻ പോവാ. അമ്മ എന്താ പറയുന്നത്? അമ്മ ഒന്നും പറയാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ അമ്മ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങളെ വേണമെങ്കിൽ ഇപ്പം നോക്കിക്കോ, ഒരു പെൺകൊച്ചിനെ വേണമെങ്കിൽ ഇപ്പം നോക്കിക്കോ, ഞങ്ങൾക്ക് പ്രായമായി വരികയാണ് എന്നൊക്കെ നേരത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഈ ചെക്കന്മാർ വലുതായി വന്നപ്പോൾ ഇച്ചിരി പ്രശ്നമാണ്, സീനാണ്. ഇപ്പം ചിലപ്പോൾ അമ്മ ടെററാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്താണ് അമ്മയുടെ അവസ്ഥ എന്നുള്ളത് വീഡിയോയിൽ നമുക്ക് കാണാം. പ്രഗ്നൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും പ്രഗ്നൻ്റ് ആവും. ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ല. ഇതുപോലത്തെ ഇനി പെൺകൊച്ചാണെങ്കിൽ മാത്രം മതി. പെൺകൊച്ചാണെങ്കിൽ വേണ്ട തന്നെ ഓറാ കേട്ടോ മോനെ. ആൺകൊച്ചാണെങ്കിൽ ഇവനെ ഗീവേ കൊടുക്കും. ഇവനെ ഗീവേ ഇങ്ങനെ ആൺകൊച്ചാണെങ്കിൽ ഡോണിനെ ഗീവേ കൊടുക്കുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, സാധനോടെ ഓക്കെ ഗൈസ്, നമ്മളത് ടെസ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ലേച്ച, എന്നാ പിടിച്ചോ. വേഗം ആവട്ടെ, ചെക്ക് ചെയ്തിട്ട് പണി എനിക്ക്. എൻ്റെ മതിയോ? നിന്റെ വേണം. ആ എന്നാ ഓക്കെ, എടുക്ക്. എന്തെങ്കിലും ആവട്ടെ. പെൺകൊച്ചാണോ ടെസ്റ്റ് ചെയ്യാനുള്ള വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഗൈസ്, കിട്ടി. കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ഇനി ഒരു വരയും കൂടി ഇട്, എന്നിട്ട് അമ്മനെ കാണിച്ചു കൊടുക്കാം. അമ്മ എന്താ പറയാന്നറിയാം. അമ്മയ്ക്ക് ഒരു വരയുള്ളൂ അറിയോ? അറിയോ? പുല്ല്. റെഡ് കളർ ഉണ്ടാ ഷെൽഫിലുണ്ടോ നോക്കി. അവിടെ എവിടെ ഉണ്ടാവും. ഡോമിനെ മേടിക്കാനുള്ള ഭാഗ്യം ആർക്കും ഇല്ല. ഞാൻ ഈ വരയ്ക്ക് ഞാൻ വരയ്ക്കാം. പറ്റില്ലേ? ഡയലോഗടിക്ക് ഒരു കുറവില്ല കേട്ടാ. അതെ, ഇതധികം കൈ കൊടുക്കണ്ട കേട്ടോ, മനസ്സിലാവും. പൊട്ടാ ദൂരെന്ന് വെച്ചാൽ ഈ തുമ്പ് ഒക്കെ ഒന്ന് കളഞ്ഞേ. അത് കളയാം. കാണിച്ചേ, ഒന്ന് ഇങ്ങനെ കാണിച്ചേ, മനസ്സിലായി. ആ അമ്പടാ, സെറ്റ് സെറ്റ്. ഗൈസ്, ഇതുകൊണ്ട് കാണിക്കാം. അമ്മ എന്താ പറയാന്നറിയാം. ഓക്കെ, നീ കാണിച്ചാൽ മതി. ഞാൻ കാണിച്ചാൽ തമാശ മനസ്സിലാവും. ശരി. അമ്മ, ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു കുട്ടി കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. അമ്മ ഒന്നും കൂടി അമ്മൂമ്മയ്ക്കെന്ന് പറയും. ചെല്ല്, മരുമോനെ സർപ്രൈസ് എന്ന് പറഞ്ഞത്. ചെല്ല്. അമ്മ നാട്ടിൽ പോയി, നമുക്കൊരു സർപ്രൈസ്. സർപ്രൈസാ സർപ്രൈസാ സർപ്രൈസാ. അതേതാ മേടിച്ച? ആ എഗീൻ അമ്മൂമ്മയായിരിക്കുന്നു.
സന്തോഷമുള്ളൂ സന്തോഷമുള്ളൂ. കൈ പിടിക്കണ്ട, ഗൈസ് ഞാൻ പറയില്ല അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ തൊടണ്ട, യൂറിനല്ലേ. തൊടാൻ പാടില്ല അത്. ഗൈസ്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതെ, ഇനി അത് ആൺകുട്ടിയാണെങ്കിൽ ഇവനെ ഗിവ് അവേ കൊടുക്കും ഡോണുവിനെ. എന്നിട്ടാ അറിയോ ബേബി വേണോ? ഏത് മോനെ ബേബി വേണോ? ഗേൾ വേണോ ബോയ് വേണോ? ബോയാ? എടാ ഈ ഉള്ള ബോയ് പോരെ നിനക്ക്? ഇനിയും പോയാ? ബോയ് വേണോ ഗേള് വേണോ? കറക്റ്റ് പറഞ്ഞോട്ടാ. ബോയ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും ഇനി വന്നത്. ബോയ് ബേബി വേണോ ഗേൾ ബേബി വേണോ? നീ ഏതെങ്കിലും ഉറപ്പിച്ച് പറയും. ഇനി പറ, ഗേൾ വേണോ ബോയ് വേണോ? കൊറേ നേരം പൊന്നൂന് ഗേള് വേണോ ബോയ് വേണോ? അമ്മമ്മോട് പറയും. എനിക്ക് ബോയ് മതിയുടെ ആവശ്യം എന്താണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ വീണ്ടും അമ്മ ഒരു അമ്മൂമ്മയായിരിക്കുന്നു. ഇനി അത് അമ്മയുടെ കൊടുക്ക്. അമ്മ വായിച്ചോട്ടെ. പറയണ്ടായിരുന്നേ അക്ഷയ്ക്ക് എന്തോ മുഖത്തൊരു ക്ഷീണുണ്ട്, പനി വരാനാണോ? ജിമ്മിൽ പോയിട്ടാന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ക്ഷീണത്തിന്റെ കേസ്. ആ ക്ഷീണത്തിനാണ് ഭയങ്കര പിടിച്ചു. അമ്മയുടെ കൊടുക്ക്. അമ്മ കണ്ട ആസ്വദിക്ക്. ആസ്വദിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പറാണ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയത്. ശരിക്കും ശ്രദ്ധിച്ചു. ഇരിക്കലാണ് നമ്മളിങ്ങനെ കാണിക്കലുണ്ടായിരുന്നില്ല. അതിങ്ങനെ പിടിച്ചോണ്ട് നിക്കായിരുന്നു. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഞാനിങ്ങനെ ഇങ്ങനെ രണ്ടു വട്ടം നോക്കി. അപ്പൊ നെഗറ്റീവ് അതിന്റെ ഇടയിലടി. അയ്യോ എടാ, ഈ നീയല്ലേ നിനക്ക് ഇപ്പൊ പോയി വേണമെന്ന് പറഞ്ഞത് അല്ലേ? അല്ല, അതായത് ഞങ്ങള് നാട്ടിൽ പോയി വരുമ്പോഴേക്കും ദൈവമുണ്ട് പോയി തന്നില്ല. ഇനി ഈ കാക്കക്കൂട്ടത്തിലേക്ക് ഇനി ഒരു കല്ലിടാൻ വേണ്ടി ഇനി ഒരു കൊച്ചിനെ കൂടി ഇനി വിളിക്ക്. എനിക്ക് വയ്യ. കൊച്ചുണ്ടാവാണെങ്കിൽ പെൺകൊച്ച്. ഇതുപോലത്തെ ആമ്പിള്ളേരും ഞങ്ങക്ക് വേണ്ട. പക്ഷെ അമ്മയ്ക്ക് ആദ്യം ഒരു സർപ്രൈസ് ആയി. പിന്നെ അമ്മ 2-3 വട്ടം നോക്കി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് തന്നെ തോന്നി വര കറക്റ്റ് മനസ്സിലായി. മനസ്സിലാവത് നെഗറ്റീവ് ആണ് അമ്മ. കാരണം ഇവരുടെ ഇടയിലേക്ക് ദൈവം ഈ അടുത്തൊന്നും ഒരു കൊച്ചിനെ തരും എനിക്ക് തോന്നണില്ല. അങ്ങനെ പറയല്ലേ. അമ്മമാര് കുറച്ച് പ്രശ്നത്തിലാണ്. ഗൈസ്, അങ്ങനെ അമ്മേനെ പ്രാങ്കാക്കി വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് വരെ മനസ്സിലായി എവിടേക്കോ. ആദ്യം പക്ഷെ അമ്മ വിശ്വസിച്ചില്ലേ? ആദ്യം ഒറ്റ ഇതില് കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചു. പിന്നെ അമ്മ ഒന്നുകൂടി ചോദിക്കാൻ ഞാനും ഇതിന്റെ ഇടയിൽ എപ്പോഴേക്കും ആശിച്ചു കറക്റ്റ് 2 വാരം ഉണ്ടാവണേന്ന്. പക്ഷെ യോഗല്ല, നമുക്ക് വിധിച്ചിട്ടില്ല. ഗൈസ് ബൈ.